ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിനെതിരായുള്ള മാധ്യമങ്ങളുടെ വ്യാജവാർത്ത തുടരുകയാണ്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ വന്നിരിക്കുന്ന വ്യാജവാർത്ത എന്ന് പറയുന്നത് മന്ത്രി കണ്ണൂരിലെ സംഭവത്തിന് ശേഷം പത്തനംതിട്ടയിൽ പങ്കെടുത്ത ആദ്യ പൊതുയോഗത്തിൽ സദസ്സിൽ ആളുകളില്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. ഏതാണ്ട് 10-ൽ താഴെ ആളുകൾ മാത്രമുള്ളൂ എന്നാണ് മാധ്യമങ്ങളുടെ വാർത്ത. ഈ മാധ്യമങ്ങളെല്ലാം പങ്കെടുത്ത, ഈ വാർത്ത കൊടുത്തവരൊക്കെ പങ്കെടുക്കുകയും ചെയ്ത യോഗത്തിനെ പറ്റിയാണ് ഇത്തരം തെറ്റായ വാർത്തകൾ പ്രചരിക്കുന്നത്. അതിലെത്ര പേരുണ്ടെന്ന് ഞാൻ എണ്ണി പറയുന്നില്ല. പകരം നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കാണാം. അതിൽ നിന്ന് മനസ്സിലാകുമല്ലോ എത്ര ആളുകൾ അതിൽ പങ്കെടുത്തുവെന്ന്. യോഗത്തിൽ ആയിരങ്ങൾ പങ്കെടുത്തുവെന്ന ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. എന്നാൽ ന്യൂസ് ചാനലുകൾ പറയുന്നത് യോഗത്തിൽ 10-ൽ താഴെ ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുവെന്നാണ്. 10-ൽ താഴെ എന്ന് പറയുമ്പോൾ എണ്ണാൻ അറിയാൻ വയ്യാത്തവരാണോ ഈ വാർത്ത കൊടുക്കുന്നവർ? ഒരു മന്ത്രി ഒരു സ്ഥലത്ത് വന്നാൽ മിനിമം മന്ത്രിയെ പിന്തുണയ്ക്കുന്ന അവരുടെ സഹപ്രവർത്തകരെങ്കിലും കാണത്തില്ല ഒരു 10 പേര്. അപ്പോൾ പിന്നെ 10-ൽ താഴെ ആളുകൾ മാത്രമാണ് ഈ പരിപാടിയുടെ ഭാഗമായി വന്നേ എന്ന വാർത്ത എന്ന് പറയുന്നത് ബോധപൂർവമായി വീണ ജോർജിനെ എഴുത്തി കാട്ടാൻ വേണ്ടി ദീർഘകാലമായി മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങളുടെ തുടർച്ചയെന്ന് മാത്രമേ അതിനെ പറയാനുള്ളൂ. വേണമെങ്കിൽ ഞങ്ങൾ തരാം, ഞങ്ങളുടെ പക്കൽ വീഡിയോ എല്ലാം ഉണ്ട്. ഈ വേദിയും സദസ്സും ആകെ തന്നെ നിറഞ്ഞു കവിഞ്ഞ പരിപാടികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് 3-ാം ദിവസമാണ്. ഇന്നിപ്പോൾ ഈ സമയത്തിനുള്ളിൽ, ഇപ്പോൾ സമയം എന്തായി, 1 മണിയാകാൻ പോകുന്നു. ഈ സമയത്തിനുള്ളിൽ ഇവിടെ ഒരു 2500-3000 ഉള്ളിൽ ആളുകൾ വന്ന് പോയി കഴിഞ്ഞിരിക്കുകയാണ്. രാവിലത്തെ സെമിനാറും മെഡിക്കൽ ക്യാമ്പും എല്ലാമായി. ഇനി വൈകുന്നേരമാണ് കലാപരിപാടികളും മറ്റ് മേളകളും എല്ലാം ഇവിടെ നടക്കാൻ പോകുന്നത്. സംശയമുള്ളവർ വീണ്ടും ഒന്നുകൂടെ വന്ന് നോക്ക്. ഒരിക്കലും ശുഷ്കമായ ഒരു പരിപാടി ഞങ്ങൾ സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ ആ പരിപാടി ശുഷ്കമാവില്ല എന്ന് കൃത്യമായി അറിയാവുന്നവരാണല്ലോ. വേണമെങ്കിൽ ഇതിപ്പോൾ ഒരു രാഷ്ട്രീയ മീറ്റ് അല്ലാത്തതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് മറ്റു ഭാഗങ്ങൾ പറയാൻ കഴിയില്ല. ഇവിടെ പ്രമുഖ നേതാവിൻ്റെ ഒരു ജാഥ വന്നപ്പോൾ എത്ര പേരുണ്ടായിരുന്നു? നിങ്ങളെല്ലാ മാധ്യമങ്ങളും കണ്ടതല്ലേ. ഏറെ കൊട്ടിക്കൊഴിച്ച് വന്നപ്പോൾ എത്ര പേരുണ്ടായിരുന്നു? ഞങ്ങൾ എണ്ണമൊന്നും പറയുന്നില്ല. നിങ്ങൾ തന്നെ എണ്ണമെടുത്ത് സ്വയം അങ്ങ് വിലയിരുത്തിയാൽ മതി. മന്ത്രി വീണ ജോർജ് തന്നെ മാധ്യമങ്ങളുടെ മറ്റൊരു നുണ ഇന്നലെ പൊളിച്ചിരുന്നു. ഒരു കാര്യം പറയട്ടെ, ഞാൻ പഠിച്ചത് ഒരു ഗവൺമെൻറ് വിമൻസ് കോളേജിലാണ്. എന്നെക്കുറിച്ച് ഒരുപാട് കള്ളക്കഥകൾ പ്രചരിക്കുന്നതിൽ ഒരു കഥയാണ്, ഞാൻ ഒരു എയ്ഡഡ് കോളേജിലാണ് പഠിച്ചത്. എയ്ഡഡ് കോളേജിൽ പഠിക്കുന്നത് ഏതാണ്ട് കുറ്റമായിട്ടൊന്നുമല്ല, പക്ഷേ ഞാൻ പഠിച്ചതൊരു ഗവൺമെൻറ് കോളേജിലാണ്. ഞാൻ തിരുവനന്തപുരം ഗവൺമെൻറ് വിമൻസ് കോളേജിലാണ് പഠിച്ചത്. എൻ്റെ നാട്ടിൻ പുറത്ത്, ഞാൻ ജനിച്ചു വളർന്നത് കുമ്പഴവടക്കാണ്, പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയുടെ ഉള്ളിൽ ഉള്ളൊരു സ്ഥലമാണ്. അവിടെ അടുത്തുള്ള സ്കൂളിങ് കഴിഞ്ഞ് 10-ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ പോകുന്നത് തിരുവനന്തപുരത്തേക്കാണ്. അപ്പോൾ തിരുവനന്തപുരത്ത് പോകുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ലൈബ്രറികളാണ്. തിരുവനന്തപുരത്തിൻ്റെ ഒരു അക്കാഡമിക് അന്തരീക്ഷമാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്. ഞാൻ പോകുന്നത് വളരെ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ഗവൺമെൻറ് കോളേജിലേക്കാണ്. ഗവൺമെൻറ് വിമൻസ് കോളേജിലാണ് ഞാൻ 7 വർഷം പഠിച്ചത്. പ്രീ ഡിഗ്രിയും എൻ്റെ ഡിഗ്രിയും PG ഫിസിക്സ് ആയിരുന്നു. ഈ 7 വർഷവും ഞാൻ പഠിച്ചത് ഗവൺമെൻറ് വിമൻസ് കോളേജിലാണ്. ജനങ്ങളും മാധ്യമങ്ങളുടെ വ്യാജവാർത്ത തള്ളുകയാണ്. നല്ല രീതിക്ക് ആളുണ്ടായിരുന്നു. ഇന്ന് ഞങ്ങൾക്കൊന്ന് സീറ്റ് ഇട്ട് ഞങ്ങൾ പുറകെ നിൽക്കുമായിരുന്നു. ഒത്തിരി ആളുകളുണ്ടായിരുന്നു. ഇന്ന് നിറച്ചും ആളുണ്ടായിരുന്നു. മാധ്യമങ്ങളുടെ വ്യാജവാർത്ത പൊതുജനങ്ങളെ വിഡ്ഢികളാക്കാനുള്ള ശ്രമമാണ്. എന്തായാലും ജനങ്ങൾ തന്നെയാണ് അതിന് മറുപടി നൽകുന്നത്. ക്യാമറമാൻ അഖിലേഷ് കൊടുമോടൊപ്പം സുജു ടി ബാബു, കൈരളി ന്യൂസ്, പത്തനംതിട്ട.